ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ എണീറ്റപ്പം കണ്ട കാഴ്ചയാണ് കേട്ടോ ഇത്. മുറ്റത്തെ കണ്ടത്തിൽ ഒരുപാട് മയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരു 10-15 ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും കേട്ടോ. 10 കൂടുതൽ എന്തായാലും ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഷോർട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ കുറച്ചും കൂടെ വീഡിയോസ് ഉണ്ട്. അത് മാമൻ്റെ മോൻ്റെ ഫോണിലാണ് ഉള്ളത്. അപ്പോൾ അവനത് സെൻഡ് ചെയ്തിട്ട് എന്തോ നെറ്റ്വർക്കിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് എൻ്റെ കയ്യിലേക്ക് വരുന്നില്ല കേട്ടോ. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും വീഡിയോൻ്റെ കൂടെ ആഡ് ചെയ്യുക. അങ്ങനെ ആ മയിലിനെല്ലാം നോക്കി നിന്നു. അത് കഴിഞ്ഞിട്ട് ഇതാ എല്ലാവരും കൂടി ഇടാ ഫോണും നോക്കി കുത്തിയിരിക്കുന്നുണ്ട് രാവിലെ എണീറ്റിട്ട്. ഇപ്പോഴത്തെ പിള്ളേർക്ക് പിന്നെ ഇതന്നെയാണല്ലോ പണി, ഫോൺ നോക്കിയിരിക്കലേ. അപ്പോൾ ഞാനെന്തായാലും എണീറ്റിട്ട് നമ്മളെ മയിലെല്ലാം റെയിൽ കിടന്ന് അങ്ങ് പോവാന്ന് കേട്ടോ ചെയ്തേ. കുറേ മയിലുണ്ടായിരുന്നു, എല്ലാം റെയിൽ കിടന്നിട്ട് അപ്പുറത്തേക്ക് പോവാന്ന് കേട്ടോ ചെയ്തിട്ടുണ്ടായത്. അങ്ങനെ പിന്നെ ആ രാവിലെ എണീറ്റ് കുറച്ച് സമയം ഇങ്ങനെ ഇരുന്നു. ദേവൂട്ടി ഇതാ എണീറ്റിട്ട് അവരപ്പുറം പോയി ഇരുന്നിട്ടുണ്ട് കേട്ടോ. പിന്നെന്താ എണീറ്റ് വന്നിട്ട് മുടിയെല്ലാം കെട്ടി രാവിലെ എണീറ്റിട്ടുണ്ടായിന്. നേരത്തെ എണീറ്റ് പിന്നെ ഒന്ന് വീണ്ടും പോയി കിടന്നു. എന്നിട്ട് പിന്നെ പതുക്കെ ദേവൂട്ടീൻ്റെ കൂടെയാണ് കേട്ടോ എണീറ്റിട്ട് വന്നിട്ടുണ്ടായിന്. പിന്നെ നമ്മളെ വീട്ടിൽ വരുമ്പോഴല്ലേ നമുക്ക് ഇതുപോലെ കിടക്കാൻ പറ്റുമല്ലോ. ഉറക്കെല്ലാം രാവിലെ ഞെട്ടും, എന്നാലും വെറുതെ അവിടെ കിടക്കും. കുറച്ച് സമയം ഫോണെല്ലാം നോക്കിയിട്ടെല്ലാം ആടെ ഇങ്ങനെ കിടക്കും കേട്ടോ. പിന്നെ നമ്മളെ അവിടെ നിന്നാകുമ്പോൾ നമ്മളെന്തായാലും രാവിലെ എണീറ്റ് നമ്മളെ പണികൾ തുടങ്ങണ്ടേ. ഇവിടെ നിന്നാകുമ്പോൾ പണിയെടുക്കൂല എന്നല്ല, പണിയെല്ലാം എടുക്കും കേട്ടോ. എന്നാലും കുഞ്ഞു പണികൾ. അപ്പോൾ ഇതാ എൻ്റെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് അമ്മ ആക്കി തന്നിട്ടുണ്ട്, അരിയും കടലയും. അതിൻ്റെ ഒപ്പം ബെസ്റ്റ് കോമ്പിനേഷൻ തേങ്ങയാണ് കേട്ടോ. അങ്ങനെ അതിൻ്റെ ഒപ്പം തേങ്ങയെല്ലാം ചിരകിയിട്ടിട്ട് കഴിക്കുവാണ്. ദേവൂട്ടി ആദ്യം വേണ്ടാന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിനെ. പിന്നെ മാമൻ്റെ മക്കൾക്കും അപ്പുറത്തെ ഇളയമേരെ വീട്ടിൽ നിന്ന് ഒരു ദിവസം ആക്കിക്കൊണ്ടുവന്നത് കഴിച്ചിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിനെ. അങ്ങോട്ടൊന്നും ഇത് ആക്കലില്ല കേട്ടോ. നിങ്ങളുടെ നാട്ടിലെല്ലാം ഇത് ആക്കലുണ്ടോയെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ പൃഥ്വിയേട്ടൻ്റെ നാട്ടിലൊന്നും ഇങ്ങനെ ആക്കലില്ല കേട്ടോ. ഇവിടെ പയ്യന്നൂർ ഭാഗത്തല്ല ആക്കുവേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അരിയും കടലയും. പിന്നെ നമുക്ക് പച്ചരി ആയാലും അല്ലെങ്കിൽ പുഴുങ്ങലരി ആയാലും ഇട്ടിട്ടാക്കാം. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. കറിയൊന്നും വേണ്ട. പിന്നെ അമ്മ ഇടയ്ക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് മസാലയെല്ലാം ഇട്ടിട്ടാക്കലുണ്ടേ, അതും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിപ്പം മസാലയൊന്നും ഇടാണ്ട് ഉള്ളിയും കടുകും കറിവേപ്പിലെല്ലാം വറുത്തിട്ടിട്ട് പിന്നെ അതിൻ്റെ ഒപ്പം നമ്മൾ തേങ്ങയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. പിള്ളേരെല്ലാവരും കഴിച്ചു നേരത്തെ. ഞാൻ കഴിക്കുമ്പോൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ വീട്ടിൽ വന്നാൽ പിന്നെ ഇങ്ങനെ ഇരുന്ന് നേരം കളയും, പിന്നെ പതുക്കെ കഴിക്കൂലൂ. അങ്ങനെ പിന്നെ അത് കഴിച്ചിട്ട് പിന്നെ വേറെ എന്നാ കാര്യമായിട്ട് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. എന്താണ് പിള്ളേരെല്ലാം ടി വി കാണുന്നുണ്ട് കേട്ടോ. അതിന് രാവിലെ ട്യൂഷന് ഹിന്ദി ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നേ. ഓക്കെ, ഹിന്ദി ക്ലാസ് ഉണ്ട്. പിന്നെ അപ്പോൾ രാവിലെ 8:30 എങ്ങാനാണ്, 8:30 മുതൽ 9:30 വരെ എങ്ങാനാണ്. അപ്പോൾ അതിന് പോയിട്ടുണ്ട്. ചായടിയെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ ഇതാ കുറേ പഴുത്ത മാങ്ങയുണ്ടായിനെ. അങ്ങനെ ആ പഴുത്ത മാങ്ങ ഞാൻ മുറിച്ചിട്ട് അതിൽ കുറച്ച് ഉപ്പും മുളക് പൊടിയെല്ലാം ഇട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ ആദ്യം ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ, എന്നിട്ട് അവൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ ഞാനൊരു പീസ് എടുത്ത് കഴിച്ചോട്ടെ. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇവർക്ക് മാങ്ങ ഭയങ്കര ഇഷ്ടമാണേ. അതുകൊണ്ട് തന്നെ കണ്ടു കഴിഞ്ഞാൽ ഇവരെന്നെ അങ്ങ് എടുത്ത് കഴിച്ചോളും. അപ്പോൾ പിന്നെ അടിയാവും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇവർ കാണാണ്ട് മുറിച്ച് കൊണ്ടുവന്നതിന് ശേഷമാണ് കേട്ടോ ഇവർ കണ്ടത്. അങ്ങനെ പിന്നെ എല്ലാവരും മത്സരിച്ച് മാങ്ങ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കഴിച്ച് തീരുമ്പോഴത്തേക്കാണ് നമ്മളെ അനു ട്യൂഷനും കഴിഞ്ഞ് വന്നിട്ടുണ്ടായത്. പിന്നെ ഞാൻ അനുവിനെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ പിന്നെ പണിക്ക് പോയിട്ടുണ്ട്. നമുക്ക് പണി ഉണ്ടായിട്ടില്ല, പക്ഷെ പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു അരമണിക്കൂറിനുള്ളിൽ ഗോഡൗണിൽ എത്തണം എന്ന് പറഞ്ഞിട്ട് അമ്മ അങ്ങനെ പെട്ടെന്ന് പോയിട്ടുണ്ട്. അതുകൊണ്ട് അമ്മക്കും അനുവിനും ഞാൻ 2 മാങ്ങയുടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇവരിതാ മാങ്ങ തിന്നലും വെള്ളം കുടിയെല്ലാം ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലല്ലോ, വെയിലും അല്ലേ ഭയങ്കര. കുറേ സമയം കളിക്കും, കുറേ സമയം ടി വി കാണും, പിന്നെ കുറച്ച് സമയം ഫോൺ നോക്കും, ഫോണിൽ ഗെയിം കളിക്കും. പിന്നെ ഇടയ്ക്ക് ഞാനും കളിക്കാൻ കൂടും കേട്ടോ. ഇന്നലെല്ലാം രാത്രി ഇപ്പം ബിങ്കോ എല്ലാം കളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല. അങ്ങനത്തെ കളിയെല്ലാം കളിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇവർ കൂടുതലും കളിക്കുക സാറ്റ് കളിയാണ്. അതിന് ഓടാനും ചാടാനും നമുക്ക് കഴിയില്ലല്ലോ, അതുകൊണ്ട് ആ കളിക്കൊന്നും കൂടൂല. ഇതേപോലെ എന്തെങ്കിലും എഴുതിയിട്ട് കളിക്കുന്നതില്ലേ, കള്ളൻ പോലീസ്, അതേപോലെ ബിങ്കോ, അങ്ങനത്തെ കളിക്കെല്ലാം ഞാനും കൂടും. അങ്ങനെ ആ മാങ്ങയെല്ലാം തിന്ന് കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ ഞാൻ എൻ്റെ അടുത്ത പണികളിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ അതിനും എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളെന്താണ് പുളിശ്ശേരിയാണ് അന്നേ വെക്കുന്നുണ്ടായിന്. അപ്പോൾ അമ്മ പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിന് പുളിശ്ശേരി വെച്ചോ, പിന്നെ ബീറ്റ്റൂട്ട് വറവാക്കിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടായിനെ. അങ്ങനെ പുളിശ്ശേരി വെക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ എന്താണ് കുമ്പളങ്ങിയില്ലേ, കുമ്പളങ്ങിയും കായും എടുത്തിട്ട് അത് മുറിച്ചിടുകയാണ് കേട്ടോ. അത് മുറിച്ചപ്പോൾ തന്നെ പിന്നെ ഞാൻ വേഗം ബീറ്റ്റൂട്ടും എടുത്തിട്ടുണ്ട്. എല്ലാ മുറിക്കൽ പരിപാടികളും കഴിഞ്ഞിട്ടാകുമ്പം തന്നെ അടുക്കളയിലേക്ക് കയറാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഏച്ചി അതിൻ്റെ ഇടയ്ക്ക് റേഷൻ കടയിൽ പോയിട്ടുണ്ടായിന്, ഏച്ചിയും സച്ചും കൂടെ. അപ്പോൾ അവർ വരുമ്പം കുൽഫി കൊണ്ടുവന്നിട്ടുണ്ടായിന്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും കുൽഫി തിന്ന ചൂടിനൊരാശ്വാസം കിട്ടുമല്ലോ, അത് കഴിഞ്ഞിട്ടാകുമ്പം ബാക്കി മുറിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുൽഫിയെല്ലാം തിന്ന് ഞാനിതാ അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട്. ബീറ്റ്റൂട്ടെല്ലാം മുറിച്ച് കഴിഞ്ഞു.
കുക്കറിൽ പിന്നെ നമ്മളെ പുളിശ്ശേരിക്കുള്ള കഷ്ണങ്ങളാടാ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരടുപ്പത്ത്. ഇപ്പുറത്ത് ഞാനിതാ എന്താണ് നമ്മളെ ബീട്രൂട്ട് വറവിനും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മയും ഏച്ചിയും ഇല്ല, അതുകൊണ്ട് തന്നെ എന്താണ് ഞാൻ ഒറ്റയ്ക്കില്ല കേട്ടോ. അമ്മമ്മ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അമ്മമ്മ തേങ്ങയെല്ലാം ചിരകിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഭയങ്കര ചൂടാണ് കേട്ടോ, അടുക്കളയിലൊന്നും നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇന്ന് അമ്മക്ക് പണിയില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിനെ, അതുകൊണ്ട് ഫുഡെല്ലാം പതുക്കെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് നിന്നെയായ അമ്മ. അപ്പോൾ പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു അരമണിക്കൂറിനുള്ളിൽ ഗോഡൗൺ തരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അമ്മ പോയി. ചേച്ചി പിന്നെ റേഷൻ പീടിയിൽ പോയി. ഇപ്പം എന്തോ അനുവിൻ്റെ ട്യൂഷൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ട്യൂഷൻ സെൻറ്ററിൽ പോയിട്ടുണ്ട്. അപ്പം പിന്നെ ഞാൻ ഒറ്റക്കായി കേട്ടോ. അപ്പം പണികളെല്ലാം ഒറ്റക്കായി. പിള്ളേരെല്ലാം കുഞ്ഞി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അമ്മമ്മ തേങ്ങയെല്ലാം ചെറിയത്തൊന്ന് സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്ന് കുമ്പളങ്ങ പുളിശ്ശേരിയും പിന്നെ എന്താണ് ബീട്രൂട്ട് വറവുമാണ്. അത് രണ്ടും ഏകദേശം പകുതി റെഡി ആയിട്ടുണ്ട്. കുമ്പളങ്ങയും കായും കൂടെ വേവിച്ച് വെച്ചു. പിന്നെ അതിൽ തേങ്ങയെല്ലാം അരച്ച് വയ്ക്കണം. വറവെടുപ്പത്തായി. പിന്നെ ഒരു പണിയും കൂടി ഉണ്ട് കേട്ടോ. അച്ഛൻ ഇന്നലെ മത്തി കൊണ്ടുവന്നിട്ടുണ്ട് അതിനെ. അപ്പോൾ മത്തിയുണ്ട്, അതിന് മുറിച്ചിട്ട് അത് പൊരിക്കാൻ വേണ്ടിയിട്ടാക്കണം. ഇനി അത് കഴിഞ്ഞ് വേഗം കുളിയെല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിച്ചിട്ട് വേണം പിള്ളേരെയും കൂട്ടി കറങ്ങാൻ വേണ്ടി പോകാൻ. അപ്പോൾ മാട്ടൂർ പെറ്റ് സ്റ്റേഷനിൽ പോകാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം പണികളെല്ലാം നോക്കട്ടെ. ഇനി ഫുഡായി കഴിഞ്ഞിട്ട് കഴിക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഫുഡ് കഴിച്ച് പകുതിയായപ്പോൾ കേട്ടോ വീഡിയോൻ്റെ കാര്യം ഓർമ്മനെ. അപ്പം ഞാൻ പുളിശ്ശേരി കൂട്ടാത്തതുകൊണ്ട് ഞാൻ മീൻ വറുത്തതും ബീട്രൂട്ട് വറവും മാത്രമാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ അതെല്ലാം കഴിച്ചു. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മളെ പിള്ളേർ ഇതാ കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർ സാറ്റ് കളിക്കുവാന്ന് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഇരുന്ന് അവരെ കളിയെല്ലാം കണ്ടു. അപ്പോൾ ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും പറയാനില്ല കേട്ടോ. എന്താ പറയുക, കുറച്ച് ഇങ്ങനെ എടുത്തതാണ്. ഇത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ പിന്നെ പുറത്ത് പോകുന്നുണ്ട്, ഒന്ന് കറങ്ങാൻ പോകുന്നുണ്ട്. അതിൻ്റെ വീഡിയോയും കൂടെ ഇതിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചാണ്, പക്ഷേ ലെങ്ത്ത് കൂടിപ്പോവും. അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇപ്പോൾ ഇവർ കളി എന്നെല്ലാം പറഞ്ഞാൽ ഭയങ്കര കളിയാണ് കേട്ടോ. എത്ര കളിച്ചാലും ഇവർക്ക് മടുപ്പ് വരില്ല. കാരണം എന്താണ്, ഇവർക്കായാലും ഇവിടെ അനുവിനും അപ്പൂനായാലും വേറെ അടുത്തൊന്നും കുട്ടികളൊന്നുമില്ല കളിക്കാൻ. അതേപോലെ നമ്മളെ മാമൻ്റെ മക്കളില്ലേ സച്ചുവിനും ഉണ്ണിക്കായാലും അവിടെ കളിക്കാനൊന്നും അടുത്ത് അങ്ങനെ ആൾക്കാരില്ല. അപ്പോൾ ഇവർക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് കിട്ടുമ്പോൾ ഭയങ്കര ആവേശമാണ് കേട്ടോ കളിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ അടിയും പിടിയും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. പിന്നെ എന്നാലും അത് 2 മിനിറ്റ് കഴിയുമ്പം അത് ഓക്കെ ആവും കേട്ടോ. അങ്ങനെ അവരെന്തായാലും അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എന്തോ അടി കൂടിയാലും ഞാൻ പറഞ്ഞു പിന്നെ വേഗം വന്ന് ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരാളും വന്നിരുന്നു. പിന്നെ തന്നെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അപ്പാട് ഫോണ് കയ്യിലെടുക്കും ഇവർ. അതുകൊണ്ടാണ് പിന്നെ കളിക്കാനങ്ങ് വിടുന്നത്, കളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ കളിയെല്ലാം കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് എല്ലാവരും കുളിച്ച് റെഡിയെല്ലാം ആയിട്ട് നമ്മൾ ഒന്ന് പുറത്ത് കറങ്ങാൻ പോവാന്ന് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോട് ചെയ്യുക.